ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ഉച്ചയ്ക്ക് ഫുഡ് ഉണ്ടാക്കുന്ന തിരക്കിലാണ് കേട്ടോ. അപ്പോൾ ഞാൻ കുളിയൊക്കെ കഴിഞ്ഞിട്ട് നേരെ അടുക്കളയിലേക്ക് കയറിയിട്ടുണ്ട്. ഈ ഉള്ളിയൊക്കെ ഞാൻ നേരത്തെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഉള്ളി, തക്കാളി, പച്ചമുളക്, ഇഞ്ചി, വെളുത്തുള്ളി ഒക്കെ കട്ട് ചെയ്ത് ചതച്ച് എല്ലാം റെഡിയാക്കി വെച്ചിട്ടാണ് കുളിക്കാൻ പോയത്. ചോറ് ഞാൻ നേരത്തെ ഉണ്ടാക്കി കേട്ടോ. ഇന്നാണെങ്കിൽ പച്ചരിയാണ് ഉണ്ടാക്കിയത്. അത് പെട്ടെന്നാവാൻ വേണ്ടിയിട്ടാണ് ഉണ്ടാക്കിയത്. പിന്നെ ചിക്കനൊക്കെ ആകുമ്പോൾ എല്ലാവരും പെട്ടെന്ന് കഴിച്ചോളും, ചിക്കനും മട്ടനും. ഇന്ന് ഉച്ചയ്ക്ക് ഞാൻ എന്താ ഉണ്ടാക്കുന്നത് വെച്ചാൽ ചിക്കൻ കറിയും മട്ടൻ കറിയാണ്. മട്ടൻ കറി ഞാൻ കഴിക്കൂല കേട്ടോ, അതിൻ്റെ സ്മെല്ല് എനിക്ക് പിടിക്കത്തില്ല. അതുകൊണ്ടാണ് എനിക്ക് ചിക്കൻ വാങ്ങിയത്. അപ്പോൾ ഞാൻ അതിൽ ഫുള്ളായിട്ടൊന്നും വയ്ക്കുന്നില്ല കേട്ടോ, ഇച്ചിരി ചിക്കൻ മാത്രമേ വയ്ക്കുന്നുള്ളൂ. മട്ടനാണ് എല്ലാവരും കഴിക്കുന്നത്, അപ്പോൾ ചിക്കൻ അത്രേ വേണ്ടൂ. അതുകൊണ്ട് ഞാൻ ചിക്കൻ വാങ്ങിയതിൽ നിന്ന് പകുതി എടുത്തിട്ടാണ് ഉണ്ടാക്കുന്നത്, ബാക്കി ഉണ്ടാക്കുന്നില്ല കേട്ടോ. അപ്പോൾ ഇപ്പോൾ ഞാൻ ആദ്യം സവാളയും പച്ചമുളകും ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടി ഒന്ന് നന്നായിട്ട് വഴറ്റി എടുക്കുന്നുണ്ട്. ആ വഴറ്റിയ സവാളയിൽ നിന്ന് തന്നെ ഞാൻ ചിക്കനും കൂടി കുറച്ച് എടുക്കുന്നുണ്ട് കേട്ടോ. സവാള മാത്രമല്ല, പച്ചമുളകും ഇഞ്ചിയും വെളുത്തുള്ളിയും എല്ലാം കുറച്ച് ഞാൻ ചിക്കന് വേണ്ടിയിട്ട് മാറ്റി വെക്കുന്നുണ്ട്. തക്കാളി ഇടാൻ മറന്നുപോയി കേട്ടോ, അതാണ് പിന്നെ എടുത്തിട്ടത്. അല്ലെങ്കിൽ ഞാൻ എല്ലാം കൂടി വഴറ്റിയിട്ട് പകുതിയാക്കാമെന്നാണ് വിചാരിച്ചത്. പിന്നെ രണ്ടിലും കുറച്ച് കുറച്ച് തക്കാളി ഇട്ടിട്ട് ഒന്ന് വഴറ്റി എടുക്കുന്നുണ്ട്. മട്ടനാണെങ്കിൽ ഞാൻ നേരത്തെ വേവിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. കുക്കറിലിട്ടിട്ട് ഉപ്പും മഞ്ഞൾപ്പൊടി ഇട്ടിട്ട് ഒരു 10 വിസിലടുപ്പിച്ച് വേവിച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ നമ്മളിതാ മട്ടൻ ഉണ്ടാക്കുന്നതിലേക്കാണ് മസാലകൾ ചേർത്ത് കൊടുക്കുന്നത്. കാശ്മീരി മുളക്, എരിവെള്ള മുളക്, മഞ്ഞൾപ്പൊടി എല്ലാം ഇട്ടിട്ട് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കുന്നുണ്ട്. പിന്നെ കുറച്ച് കുരുമുളക് പൊടിയും കൂടി ഇടുന്നുണ്ട്. എന്നിട്ട് നമ്മൾ വേവിച്ച് വെച്ച മട്ടൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. അല്ലാണ്ട് നമ്മൾക്ക് ചെയ്യാം കേട്ടോ. സവാളയൊക്കെ നന്നായിട്ട് വഴറ്റിയ ശേഷം നമ്മൾക്ക് അതിലേക്ക് മട്ടൻ കുക്കറിൽ വേവിക്കാതെ തന്നെ ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് എണ്ണയിൽ കുറേ നേരം വഴറ്റിയെടുക്കുക. എന്നിട്ട് ഇച്ചിരി വെന്ത ശേഷം നമുക്ക് ഈ മസാലകൾ ചേർത്ത് കൊടുത്താലും മതി കേട്ടോ. ഇതിപ്പോൾ ഞാൻ കുക്കറിൽ വേവിച്ചെടുത്താൽ പെട്ടെന്ന് ആക്കാൻ വേണ്ടിയിട്ടാണ്. പിന്നെ നന്നായിട്ട് വെന്തിട്ടും കിട്ടും, അതുകൊണ്ടാണ്. അതേപോലെ ഈ ചിക്കൻ ചെയ്യുന്ന പോലെ തന്നെ മട്ടനും ചെയ്താൽ മതി. സവാളയൊക്കെ നന്നായിട്ട് വഴറ്റിയ ശേഷം അതിലേക്ക് നമ്മൾ ഉപ്പും മഞ്ഞൾപ്പൊടി ഇട്ട ചിക്കൻ ഇട്ട് കൊടുത്താൽ മതി. ഞാനാണെങ്കിൽ ഇന്ന് മഞ്ഞൾപ്പൊടി ഇടാൻ വിട്ടുപോയി കേട്ടോ, ഉപ്പ് മാത്രമേ ഇട്ടിട്ടുള്ളൂ. അതുകൊണ്ട് അതിന് ശേഷം നമ്മളതിലേക്ക് മസാലകൾ ചേർത്ത് കൊടുത്താൽ മതി. ഇപ്പോഴാണെങ്കിൽ ഞാൻ മഞ്ഞൾപ്പൊടി നേരത്തെ ഇടാൻ മറന്നുപോയതുകൊണ്ടാണ് ഇപ്പോൾ ഇട്ടത്. എന്നിട്ട് കുറച്ച് കുരുമുളക് പൊടി ഞാൻ ആദ്യം ഇടുന്നുണ്ട്. ഈ ചിക്കൻ സുക്കയാണ് ഞാൻ ഉണ്ടാക്കിയത്. അപ്പോൾ ഇതിൻ്റെ വീഡിയോ ഒക്കെ ഞാൻ ഒത്തിരി യൂട്യൂബിൽ മുമ്പ് ഇട്ടിട്ടുള്ളതാണ്. മട്ടൻ ഉണ്ടാക്കുന്ന വീഡിയോസ് ഇട്ടിട്ടുണ്ട് കേട്ടോ. ചിക്കനും മട്ടനൊക്കെ ആകുമ്പോഴത്തേക്കും നമുക്കൊരു കഥ പറഞ്ഞാലോ. കല്യാണം കഴിഞ്ഞ ശേഷം ഞാൻ കഴിക്കാൻ തുടങ്ങിയ സാധനമാണ് ഒന്ന് കൊഞ്ച്. ഞാൻ ചെമ്മീൻ കഴിക്കാറേ ഇല്ലായിരുന്നു. എനിക്ക് ഭയങ്കര എന്താണെന്നുള്ളതിൻ്റെ സ്മെല്ല് എനിക്ക് പിടിക്കില്ലായിരുന്നു. പിന്നെ ഞാൻ അത് കഴിക്കാൻ പഠിച്ചു കേട്ടോ. പിന്നെ പഠിച്ചതെന്ന് വെച്ചാൽ ബീഫ് കഴിക്കും. പിന്നെ ഞാൻ പല പല ഇറച്ചികളും ഞാൻ കഴിക്കാൻ പഠിച്ചിട്ടുണ്ട് കേട്ടോ. അതിൻ്റെ പേരൊന്നും ഞാൻ പറയുന്നില്ല. എന്നാലും എനിക്ക് മട്ടൻ എന്തായാലും കഴിക്കാൻ പറ്റുന്നില്ല. അതെന്താണെന്ന് എനിക്കറിയില്ല. പാക്കറ്റ് മട്ടനൊക്കെ വാങ്ങിച്ചാൽ പിന്നെയും ഞാൻ കഴിക്കാറുണ്ട്. ചെറുങ്ങനെ പീസ്, അതിൻ്റെ ഗ്രേവിയൊക്കെ ഞാൻ കഴിക്കാറുണ്ട്. ഇത് നമ്മൾ ഇറച്ചി വാങ്ങുമ്പോൾ അതിന് സ്മെല്ല് എനിക്ക് പറ്റുന്നില്ല. ഇന്നും ഇത് കഴിക്കുമ്പോൾ എന്നെ ഒത്തിരി നിർബന്ധിച്ചു കേട്ടോ, ഇത് കഴിക്കാൻ വേണ്ടിയിട്ട്. ഒരു പീസ് കഴിക്ക്, കുറച്ച് ഗ്രേവി കഴിച്ചു നോക്ക്, നല്ല പാങ്ങുണ്ടാവും എന്നൊക്കെ പറഞ്ഞു. പക്ഷേ എനിക്ക് എന്തോ, ഞാൻ പറഞ്ഞു എനിക്ക് വേണ്ട, എനിക്ക് പറ്റാത്തതുകൊണ്ടാണ് കഴിക്കാത്തത് എന്ന് പറഞ്ഞിട്ട് ഞാൻ കഴിച്ചിട്ടില്ല. അപ്പോഴത്തേക്ക് നമ്മുടെ മട്ടൻ കറി റെഡി ആയിട്ടോ. ലാസ്റ്റ് അതിനകത്തോട്ട് ഇട്ടത് മല്ലിപ്പൊടിയാണ്. അതും കൊത്തമല്ലി വറുത്തിട്ട് ആണ് ഇട്ടത്. നല്ല സ്മെല്ലാണ് കേട്ടോ. അതുകൊണ്ട് അത് ഇട്ടാൽ നല്ലൊരു ടേസ്റ്റുമാണ്, നല്ല സ്മെല്ലുമാണ്. അതിൻ്റെ ഇടയിൽ തേങ്ങ പൊട്ടിക്കുമ്പോഴത്തേക്കും തേങ്ങ കൊപ്പരയായിട്ടുണ്ടായിരുന്നു. അങ്ങനെ മുറിച്ചിട്ട് മിക്സിയിൽ അടിച്ചിട്ടാണ് തേങ്ങ ഇട്ടത്. അപ്പം നമുക്ക് ചിരവാത കിട്ടും. പക്ഷേ മിക്സിയിൽ അടിക്കുമ്പോൾ എനിക്ക് അത്ര ഒരു രസം പോരാ. ഇത് ലാസ്റ്റ് ചിക്കനും കൂടിയായി, അതിലേക്കും ഞാൻ മല്ലിപ്പൊടി വറുത്തതൊക്കെ ഇട്ടു കേട്ടോ. പിന്നൊരു ടിപ്പ് പറയാനുള്ളത്, ഇതുപോലെ ഇറച്ചിക്കറിയൊക്കെ വെക്കണ സമയത്ത് നമ്മൾ മല്ലിപ്പൊടിയല്ല, ഇതുപോലെ കൊത്തമല്ലി വറുത്ത് പൊടിച്ച് ചേർക്കുന്നത് നല്ല ടേസ്റ്റാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്കൊക്കെ അറിയിക്കണേ. പിന്നെ ഇന്നത്തെ വീഡിയോൻ്റെ അഭിപ്രായവും, നിങ്ങൾക്കെല്ലാവർക്കും മട്ടൻ കറി ഇഷ്ടമാണോ? നിങ്ങളുടെയൊക്കെ അഭിപ്രായം എന്താണെന്ന് ഒന്ന് അറിയിക്കണേ. ഇന്നത്തെ കുഞ്ഞു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ അടുത്ത വീഡിയോയുമായി വീണ്ടും കാണാം. ബൈ.